ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിൽ ഇനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക വാർഡിൽ വർക്ക് ചെയ്യുന്ന NHSൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിൻ്റെ ഒരു റുട്ടീൻ ജോബിനെ കുറിച്ചായിരുന്നു പാർട്ട് 1 ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുകയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഇന്ന് ചെയ്യാനായിട്ടോ വിചാരിച്ചേക്കുന്നത്. പാർട്ട് 1 ഞാൻ പറഞ്ഞ് നിർത്തിയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ മെഡിക്കേഷൻ റൗണ്ട്സ് വരെ ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തെ മെഡിക്കേഷൻ റൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ മെഡിക്കേഷൻ റൗണ്ട്സ് പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. ടാബ്ലറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ CD എന്തെങ്കിലും ഉണ്ടെങ്കിൽ CD കൊടുക്കുക. അതുപോലെ തന്നെ IV ആൻറ്റിബയോട്ടിക്സ് ഉള്ളത് നമ്മൾ രാവിലെ, അതായത് നൈറ്റുകാർ കൊടുത്തിട്ട് പോയ ഡോസിൻ്റെ രണ്ടാമത്തെ ഡോസ് 8th hourly ഉള്ളതൊക്കെ രണ്ടാമത്തെ ഡോസ് ഉച്ചയ്ക്കായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കും. അപ്പം നമ്മൾ വാർഡുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എങ്ങനെയാണ് അവിടുത്തെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീനെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇന്നൊരു വാർഡിലെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ആൻറ്റിബയോട്ടിക് മിക്കവാറും തന്നെ കോർഡിനേറ്റേഴ്സ് കൊടുക്കുകയോ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ആരെങ്കിലും ഒരാളെയും കൂടെ കൂട്ടിയോ ഫസ്റ്റ് മെഡിക്കേഷൻ റൗണ്ട്സ് തീരുന്ന ഒരാളെയും കൂടെ കൂട്ടി ചെക്ക് ചെയ്ത് IV ആൻറ്റിബയോട്ടിക്സ് അവരായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മൾ മെഡിക്കേഷൻ റൗണ്ട്സ് ടാബ്ലറ്റ്സും കഴിഞ്ഞ് CDയും കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും IV ആൻറ്റിബയോട്ടിക്സ് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല, അവർ ബിസി ആണെങ്കിൽ അവരത് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയി. പിന്നെ ബെഡ് അനുസരിച്ച് ബെഡ് നമ്പർ വെച്ച് ആൻറ്റിബയോട്ടിക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ മെഡിക്കേഷൻ റൗണ്ട്സ് ചെയ്തു പോകുമ്പോൾ ഞാനൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ ചിറ്റ് റെഡി ആക്കും. അപ്പോൾ എവിടേക്ക് എന്തൊക്കെ CD കൊടുക്കാനുള്ള ഞാൻ മിസ്സായിട്ടുള്ള സാധനങ്ങൾ, അപ്പോൾ അങ്ങനെ ഒരു ചിറ്റ് ഞാൻ റെഡി ആക്കും. അപ്പോൾ അതും വെച്ചായിരുന്നു ഞാൻ വന്ന് മെഡിക്കേഷൻ റൗണ്ട്സ് ബാക്കിയുള്ള സാധനങ്ങൾ കൊടുത്തിരുന്നത്. അപ്പോൾ കോർഡിനേറ്റേഴ്സും അവർ ഹെൽപ്പ് ചെയ്യുന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ ചിറ്റ് റെഡിയാക്കി അത് അപ്പോൾ ഏതേത് മെഡിക്കേഷൻ ഏതേത് പേഷ്യൻസിനുള്ളതെന്ന് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും IV ഉണ്ടെങ്കിൽ അതോടെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്കത്തെ IV മെഡിക്കേഷൻ കൊടുക്കുക. അതോടുകൂടി 12 മണിയുടെ മെഡിക്കേഷൻ പരിപാടി അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇത് നമ്മുടെ ഒരു ഓഫ് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് നടക്കാനൊക്കെ ആയിട്ടൊന്ന് ഫ്രഷ് എയർ കൊള്ളാനൊക്കെ ആയിട്ട് ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടിൽ വന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ ഒന്ന് കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ മെഡിക്കേഷൻ റൗണ്ട്സ് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. മെഡിക്കേഷൻ റൗണ്ട്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമലായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഹാഫ് ഫിനിഷാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്, ഇപ്പം ഞാൻ പറഞ്ഞത് സർജിക്കൽ വാർഡിലോ ഡ്രസ്സിങ്ങുകളുടെ കാര്യമാണ് പറഞ്ഞത്. മെഡിക്കൽ വാർഡ് ആണെങ്കിലും നമുക്ക് ഡ്രസ്സിങ്ങുകളൊക്കെ ഉണ്ടാവട്ടെ. കാരണം എന്തെങ്കിലും പ്രഷർ ഏരിയാസിൻ്റെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലോ കൈയോ മുറിഞ്ഞതോ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിങ്ങുകൾ മിക്ക വാർഡുകളിൽ തന്നെ നമുക്ക് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ എന്താ പറയുക പകുതിയാക്കി വെച്ച ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ ചെയ്യാനുള്ള ബാക്കി പരിപാടികളുടെ മേക്കപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിക്കേഷൻ റൗണ്ട്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു റുട്ടീനായിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഡിസ്ചാർജുകൾ അതിൻ്റെ ഫോളോ അപ്പുകൾ. അപ്പോൾ ചില വാർഡുകളിൽ, അതായത് ഇപ്പോൾ നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ലോഞ്ച് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അത് മെഡിക്കലിനുണ്ട് സർജിക്കലിനുണ്ട്. അപ്പം നമുക്കിപ്പോൾ നടത്തിക്കൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് നടത്തിക്കൊണ്ട് അവിടെ ഇരുത്താമെന്നുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ലോഞ്ചിൽ കൊണ്ടിരുത്താം. ബാക്കിയുള്ള ഡിസ്ചാർജിൻ്റെ പരിപാടി അവർ നോക്കും. അങ്ങനെ നടത്തിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ലാത്ത ഡിസ്ചാർജുകളാണെങ്കിൽ നമ്മൾ തന്നെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അതിപ്പം എഗെയിൻ ഡിപ്പെൻസ് ഓൺ നമ്മുടെ വാർഡ് മാനേജറിനെ നമ്മുടെ വാർഡിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ, അതുപോലെ തന്നെ വാർഡിൻ്റെ റുട്ടീനും അനുസരിച്ച് പേര് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ നിന്നുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജും അതിൻ്റെ ഫോളോ അപ്പും എല്ലാം ഓരോ സ്റ്റാഫുമാർ അവനവൻ്റെ പേഷ്യൻസിൻ്റെ ഡിസ്ചാർജ് എല്ലാവരും അവനവൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതൊരു എക്സ്ട്രാ പ്രഷറായിരുന്നു കേട്ടോ. കാരണം ഡിസ്ചാർജ് ആകുമ്പോൾ ഡോക്ടേഴ്സിനെ നമ്മൾ ചേസ് ചെയ്യണം. ചിലർ കറക്റ്റായിട്ട് പോകാനുള്ള ഡിസ്ചാർജ് മെഡിക്കേഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യും, ചിലർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ അവരെ ചേസ് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ കൊണ്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ചാർജ് സമ്മറി ഇലക്ട്രോണിക്കാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഡിസ്ചാർജ് സമ്മറി ഫില്ല് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഈ മെഡിക്കേഷൻസിൻ്റെ ലിസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഫാർമസിസ്റ്റ് വാർഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തോളൂ. അപ്പോൾ ഫാർമസിസ്റ്റ് വാർഡിലില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഡിക്കേഷൻസ് ഫാർമസിയിൽ എത്തിക്കണം. നമുക്ക് ഒന്നെങ്കിൽ പോടി, അതായത് നമ്മൾ ബ്ലഡൊക്കെ പോടി ചെയ്യുന്ന രീതിക്ക് നമുക്ക്, അതായത് ബ്ലഡ് നമ്മൾ ലാബിലേക്ക് വിടാനായിട്ട് നമുക്ക് വാക്യൂം സെറ്റപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ
പോഡ് ചെയ്യുന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പോഡ് ചെയ്യാം. എന്നിട്ട് ഫാർമസിയിലേക്ക് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന മെഡിക്കേഷൻസ് ഇന്ന ആളുടെ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് പോഡ് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നടന്നുകൊണ്ട് എത്തിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് HCS ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ അവർ ചിലപ്പോൾ പോകുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് നടന്നു പോയി അവിടെ ഏൽപ്പിക്കേണ്ടി വരും. പിന്നെ ഫാർമസി ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് എടുക്കേണ്ടി വരും. 4 മണിക്കൂറാണ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ പറയുന്ന 4 hours വിൻഡോ പീരീഡ് എന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും ഫാർമസി ആയിട്ട് വിളിച്ച് ചോദിച്ചു മെഡിക്കേഷനൊക്കെ റെഡി ആയോ എന്ന് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ചാർജിൻ്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് തൊല്ല പിടിച്ച കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇതുപോലെ തന്നെ ഫാർമസിയിൽ മെഡിക്കേഷൻസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഡിപ്പെൻസ് ഓൺ ദ കോർഡിനേറ്റർ. അപ്പോൾ അവർ പോയി വാങ്ങിക്കാനൊക്കെ റെഡി ആണെങ്കിൽ അവർ പോയി വാങ്ങിക്കും. അത് വാർഡിനെയും കോർഡിനേറ്ററെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ അവർ പോയി വാങ്ങിക്കാൻ റെഡി അല്ലെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും ഫാർമസി പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ ഫാർമസിയുടെ അടുത്തടുത്തുള്ള വാർഡുകൾക്കൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് അങ്ങോട്ട് പോയി വാങ്ങിച്ചിട്ട് വന്നാൽ മതി. ദൂരമുള്ള വാർഡുകളാകുമ്പോൾ ഞങ്ങളുടെ വാർഡിൽ നിന്നായിരുന്നപ്പോൾ ഞാൻ കിലോമീറ്റേഴ്സ് നടന്നായിരുന്നു പോയി ഫാർമസിയിൽ നിന്നുള്ള സാധനമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അതങ്ങനെ ഡിസ്ചാർജിൻ്റെ പരിപാടി മെഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ. പിന്നെ അല്ലാതെ മെഡിക്കേഷനായിട്ട് റിലേറ്റ് അല്ലാത്തത് ഇവിടെ നമ്മൾ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആയ പേഷ്യൻസിനെ വീട്ടിൽ വിടുന്നു. അപ്പോൾ ഡ്രസ്സിങ് ഉണ്ടെങ്കിലും സ്യൂച്ചർ റിമൂവ് ചെയ്യാനുണ്ടെങ്കിലും അല്ലെങ്കിൽ റിവ്യൂ ഉണ്ടെങ്കിലും എന്തിനാണെങ്കിലും പേഷ്യൻസ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സെറ്റപ്പായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനത്തെ സെറ്റപ്പ് അല്ല. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിന് നടന്നു പോയി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് നഴ്സ്, അതായത് GP റെഫറലിന് വേണ്ടിയിട്ട്, അതായത് അവരോട് തിരക്കനുസരിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരക്കില്ലാത്ത വാർഡുകളാണ് ഈ പേപ്പറിലൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തു വിടും. തിരക്കുള്ള വാർഡുകളാണെങ്കിൽ ഇപ്പോൾ ക്ലിപ്പ് സ്യൂച്ചർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് 10 തൊട്ട് 14 ദിവസത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പോയി സ്റ്റിച്ചോ അല്ലെങ്കിൽ ക്ലിപ്പോ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ GP എടുത്താൽ നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കണ GP എടുത്ത് പോയിക്കോണം. ഇനി അല്ല നടന്നു പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് നഴ്സ് റെഫറിൽ കൊടുക്കുക. അതായത് ഡിസ്ട്രിക്ട് നഴ്സസ് ഉണ്ടല്ലോ, അവർ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കണ്ട് പേഷ്യൻസിനെ കണ്ട് ക്ലിപ്പ് അവർ റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ള റെഫറിൽ നമ്മൾ മെയിലായിട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. കൂടാതെ നടന്നു പോകാൻ പറ്റാത്ത രോഗികളാണെങ്കിൽ അവരെ കൊണ്ടുവരാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നാൽ കൂടി നമ്മളത് ബുക്ക് ചെയ്ത് വെക്കണം. അതിനൊരു 4 hours വിൻഡോ പീരീഡാണ്. അപ്പോൾ നമുക്ക് വാർഡ് ക്ലാർക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അവരില്ലെങ്കിൽ നമ്മൾ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ഇവർ ഒറ്റയ്ക്കൊക്കെ പലയിടത്തും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഇവരെ കറക്റ്റായിട്ട് വീട്ടിൽ ചെന്ന് നോക്കാനുള്ള ആളുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് ഇവിടേക്ക് പറയുകയെന്ന് പറഞ്ഞാൽ പാക്കേജ് ഓഫ് കെയർ എന്നാണ്. അതായത് ഇപ്പം കുളിപ്പിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഏജൻസിക്കാർ, അതിപ്പോൾ ഗവൺമെൻറ്റലായിട്ടുള്ള ഏജൻസിക്കാരാവണം എന്നില്ല, ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഏജൻസിക്കാരായിരിക്കും. പക്ഷേ ഗവൺമെൻറ് ഫണ്ടഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഫണ്ടഡ് ആയിട്ടുള്ള ഏജൻസിക്കാരായിരിക്കും. എനിവേ അവർ 3 നേരം വരും, ഫുഡ് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ കുളിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ പാക്കേജ് ഓഫ് കെയർ ചിലപ്പോൾ 3 times a day ആയിരിക്കും, അല്ലെങ്കിൽ 4 times a day ആയിരിക്കും. അപ്പോൾ ഇവർ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് പാക്കേജ് ഓഫ് കെയർ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം. ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ കീ അവിടെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കീ തുറന്ന്, അതായത് റൂം തുറന്ന് അവരെ അകത്ത് കയറ്റാൻ ആളുണ്ടെന്നോ അല്ലെങ്കിൽ കീ ആക്സസ് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കീ ഇവർക്ക് വീട്, അതായത് ആംബുലൻസുകാർ പേഷ്യൻറ്റുമായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പേഷ്യൻറ്റിന് അകത്ത് കയറ്റാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനിയിപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ വീട് തണുത്തുറഞ്ഞ് കിടക്കുവാണെങ്കിൽ അത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവരാണെങ്കിൽ സ്റ്റെപ്പ് കയറ്റാനുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ടെന്നോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ചിലപ്പോൾ ഡോക്ടർ സൈഡിൽ ഡിസ്ചാർജ് പറഞ്ഞിട്ട് ആഴ്ചകളോ മാസങ്ങളോ ആയതായിരിക്കും. ചിലപ്പോൾ സ്റ്റെപ്പ് കയറാനുള്ള ഇൻസ്ട്രുമെൻറ്റ് വീട്ടിലെത്തുന്നോടം വരെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കും, അല്ലെങ്കിൽ പാക്കേജ് ഓഫ് കെയർ അറേഞ്ച് ആവുന്നോടം വരെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ നാട്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡിസ്ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ഡിസ്ചാർജ്. അപ്പോൾ നമ്മളൊരു ഡിസ്ചാർജ് വിടുമ്പോൾ നമ്മൾ വളരെ കീനായിരിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കീ ആയിട്ട് അവിടെ ആൾ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, കീ ആയിട്ട് അവിടെ ആളില്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആക്കി വിടുന്ന പേഷ്യൻ്റ് ആംബുലൻസുകാർ അതേ ഇവിടെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സീനൊക്കെ ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഡിസ്ചാർജിൻ്റെ പരിപാടികളൊക്കെ മാറ്റി വെച്ചാൽ പിന്നെ എന്താ പറയുക, അടുത്ത റൗണ്ട്സ് ഓപ്സ് നോക്കാനുള്ള സമയമായിട്ട്, അതായത് വൈറ്റൽ സയൻസ്. ഇപ്പോൾ രാവിലെ നമ്മൾ
ഒരു തവണ നോക്കി വെച്ചത് വീണ്ടും പലതും ഗ്രീനും റെഡും ഒക്കെ ആയി കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റിൽ ഒരു തവണയും കൂടെ ഒപ്സ് നോക്കുന്നത് ഒന്നെങ്കിൽ ഈ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിൻ്റെ മെഡിക്കേഷൻ റൗണ്ട്സ് കഴിയുന്നതോ ഒപ്സ് ഡ്യൂ ആവുന്നതനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ഒപ്സ് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക നഴ്സിംഗ് നോട്ട്സ്, ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ നോട്ട്സ് തന്നെയാണ്, അതായത് പേപ്പർ നോട്ട്സ് തന്നെയാണ്. അപ്പോൾ അല്ലാതെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ളിടത്താണെങ്കിൽ, അതായത് സിസ്റ്റം സെൻട്രലൈസ് സിസ്റ്റം ഉള്ളിടത്താണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ നമുക്ക് നോട്ടുകളിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളവർക്ക് നോട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ മോർണിംഗ് റൗണ്ട്സ്, ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ്. അപ്പോൾ ആ റൗണ്ട്സിനെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും കോർഡിനേറ്റേഴ്സ് തന്നെയാണ് റൗണ്ട്സിന് കൂടെ പോകാറ്. അപ്പോൾ അവർ കൂടെ പോയിട്ട് അന്ന് വരുന്ന മാറ്റങ്ങൾ, അതായത് നമ്മൾ ചെയ്യേണ്ട പ്ലാനിലുള്ള കാര്യങ്ങളൊക്കെ അവർ, ഞാൻ മുമ്പ് പറഞ്ഞ നേഴ്സ് സെൻറ്റർ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന ചെറിയ ഐഫോൺ പോലത്തെ ഒരു സാധനത്തിലാണ് നേഴ്സ് സെൻറ്റർ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാനൊക്കെ അവർ നേഴ്സ് സെൻറ്ററിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേഴ്സ് സെൻറ്റർ നോക്കി മാറ്റമുള്ള കാര്യങ്ങൾ, അപ്പോൾ സർജിക്കൽ വാർഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേഷ്യൻസിന് ഡ്രെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഡ്രെയിനൊക്കെ റിമൂവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഡയറ്റിൽ മാറ്റമുള്ളവരുണ്ട്. അപ്പോൾ ചിലർ സിപ്സ് ഓഫ് വാട്ടറിലായിരിക്കും, അവിടെ നിന്ന് ക്ലിയർ ഫ്ലൂയിഡ് ആകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഡയറ്റിന് മാറ്റമുള്ളവർ, NBM ആയിട്ടുള്ളവർ NBM അല്ലാതാക്കും, അങ്ങനെ ഡയറ്റിനുള്ള മാറ്റം. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഡ്രെയിൻ റിമൂവൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡയറ്റിൽ മാറ്റം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇത് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. നമ്മളത് എന്താ പറയുക ഓർഡറിൽ മാറ്റം വന്നെന്നുള്ളൂ, പക്ഷെ നമ്മളിത് അതിൻ്റെ ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അത്രയൊക്കെ ഏറെക്കുറെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക അടുത്ത നമ്മുടെ മെഡിക്കേഷൻ റൗണ്ട്സ് തുടങ്ങാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മോർണിംഗിൻ്റെ ആഫ്റ്റർനൂൺ പരിപാടികൾ ക്യാച്ചപ്പ് ചെയ്യാനുള്ള എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഈവനിങ് മെഡിക്കേഷൻ റൗണ്ട്സ് നമുക്ക് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഈവനിങ്ങിലെ മെഡിക്കേഷൻ റൗണ്ട്സിനൊക്കെയാണ് ഓൾമോസ്റ്റ് സെയിം റുട്ടീൻ തന്നെയാണ് കേട്ടോ. അതായത് ടാബ്ലറ്റ്സ്, CD, IV അങ്ങനെ തന്നെയാണ് നമ്മുടെ റുട്ടീൻ പോകുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും വൈകുന്നേരം ഇവർ ഡെൽറ്റപ്പാരി കൊടുക്കും, അതായത് നമ്മുടെ നാട്ടിൽ ക്ലെക്സ് എന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് ഇവിടെ എന്താ പറയുക DVT ഒക്കെ പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ കിടപ്പായിട്ടുള്ള എല്ലാവർക്കും തന്നെ, കിടപ്പെന്നല്ല നടക്കുന്നവർക്കും കൊടുക്കാറുണ്ട്. എല്ലാവർക്കും തന്നെ ക്ലെക്സിൻ, നമ്മുടെ നാട്ടിലെ ക്ലെക്സിൻ അതായത് ഡെൽറ്റപ്പാൻ ഇവിടെ കൊടുക്കും. അതാണ് ഈവനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും സമയമുണ്ടെങ്കിൽ നോട്ട്സ് ക്യാച്ചപ്പ് ചെയ്യാനുള്ള, നമ്മുടെ നഴ്സിംഗ് നോട്ട്സ് ക്യാച്ചപ്പ് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കാം. ഇതിപ്പോൾ നോർമൽ റുട്ടീനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളോറെക്ടൽ വാർഡായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NG ട്യൂബ് ഉണ്ടാവും, ഫീഡുകളുണ്ടാവും, NG ഫീഡുകളുണ്ടാവും, TPN ഫീഡുകളുണ്ടാകും. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ബ്ലഡ് എടുക്കാനുണ്ടെങ്കിൽ അത് എടുക്കേണ്ടി വരും, ക്യാനൽ ഔട്ടായി അത് ചെയ്യേണ്ടി വരും, കാത്തീഡ്രൽ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അങ്ങനെ പല പരിപാടികളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വരാനുള്ള സാധ്യത. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമുക്ക് അറിയാമല്ലോ. എന്നാലും ഓവറോൾ ഇതായിരിക്കും ഒരു ഡേ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പറഞ്ഞു വരുമ്പോൾ. പക്ഷേ നമ്മളെന്താ പറയുക ഒരുമാതിരി ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും, ഓടിക്കൊണ്ടേയിരിക്കുക. അതായിരുന്നു വാർഡിലൊരു റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ചെയ്ത് തീരാനുള്ള കാര്യങ്ങളോ ചെയ്ത് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ഓവർ കൊടുക്കാം അടുത്ത സ്റ്റാഫിനോട്. നമുക്കൊരു സ്പെസിഫിക് റീസൺ ആയിട്ട് ഇതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഹാൻഡ് ഓവർ കൊടുക്കാം. നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hour കെയർ, അതായത് നമ്മുടെ ഷിഫ്റ്റിൽ പറഞ്ഞ എല്ലാ പ്ലാനും എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നമുക്ക് ചെയ്തിട്ട് പോകാനൊന്നും പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അടുത്ത ഷിഫ്റ്റിന് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് ഇന്ന സ്പെസിഫിക് റീസണുമായിട്ട് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ